വെൽക്കം ബാക്ക് ടു പുതിയൊരു വ്ളോഗിൻ്റെ പാർട്ട് 2 നമ്മൾ കാണിച്ചത് ഇത്രയും മാത്രം ഉണ്ടാക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുട്ടീനെ ഉണ്ടാക്കുന്നു പറഞ്ഞാൽ അത് നമ്മൾ മാറ്റിയിട്ട് നമ്മളൊരു അപ്പൂസ് കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഹായ് പറയൂ. അപ്പോൾ ഓൻ അവിടെ ഇരിക്കുകയാണ്, ഓനെല്ലാം തട്ടിയിടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു റോഡ്, ചെറിയൊരു റോഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുകയാണ്. ഇങ്ങനെ പാസ് ചെയ്ത് പോണ പോലെ ഒരു കുഞ്ഞ് റോഡ് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം എൻ്റെ ഫുൾ ലുക്ക് നോക്കുകയാണെങ്കിൽ അപ്പം നമുക്ക് അപ്പൂസിൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് ഇനി മരം വേണ്ട, എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ മരോ അല്ല വണ്ടി വേണമെന്നാണ് പറയുന്നത്. പക്ഷെ വണ്ടി ഉണ്ടാക്കാൻ എനിക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറ യെസ് ഗൈസ്, നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പോവാണ്. കോയി എന്ന് പറഞ്ഞ വീടിനാട്ടോ ഗൈസ്. നമ്മൾ നീല വീടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് നീല കളർ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വീട് ഞാൻ ഫസ്റ്റ് പാർട്ടിൽ വേറെ എന്തൊക്കെയാണ് പറഞ്ഞത്, അതൊക്കെ നിങ്ങൾ വിട്. നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന കാണണമെങ്കിൽ ഇതിങ്ങനെ വെച്ചോളൂ. സപ്പോസ് എൻ്റെ ഐഡിയ മൊത്തം പോയി. നമ്മൾ എന്തുണ്ടാക്കുന്നതാണ് നിനക്ക് തോന്നുന്നത്? ഞാൻ എന്തുണ്ടാക്കുന്നതാണ് തോന്നുന്നത്? ഇത് എന്തായിട്ടാണ് നമുക്ക് തോന്നുന്നത്? നമ്മൾ വിചാരിച്ച ഒരു പോണ്ടിലേക്ക് വെക്കാണ്ടിരിക്കുക ഒരു ബോർഡർ, അതിലൊരു കുഞ്ഞ് ഒരു അരേനം പോലത്തെ എന്തോ ഒരു സാധനം, ഒരു റോഡ്. ബുക്ക് സ്റ്റാൾ. നമ്മൾ ബുക്ക് സ്റ്റാൾ വാങ്ങിച്ചാണ് കേട്ടോ ഇത്. ഓനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. ഞാൻ വ്ളോഗ് എടുക്കാണ് ഗൈസ്. അപ്പൊ നമ്മൾ വ്ളോഗ് എടുക്കുന്നു. അപ്പൊ എല്ലാരും വരുന്നുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് വീട് ഉണ്ടാക്കുകയാണ്. ദിസ് ഈസ് മൈ ആർട്ട്. ഞാൻ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വീട് ഉണ്ടാക്കാം. ഹൗ ഇസ് ഇറ്റ് ഗൈസ്? കമന്റ് വീഡിയോ ഗൈസ്. നമ്മൾ ബാറ്ററി സേവർ ഓൺ ചെയ്തില്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ വീഡിയോ പകുതിയിൽ നിന്ന് കട്ടായാൽ ഞാൻ ചിലപ്പോൾ ബൈ ഒന്നും പറയത്തില്ല. ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നാളെ നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ ഗൈസ്. നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ, ഇനിയിപ്പോൾ ചെയ്യാൻ എനിക്കൊരു മൂഡില്ല. കാരണം ഞാൻ വെറുതെ എന്തായാലും ഒരു ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം എന്തായാലും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചു, അത്രേ ഉള്ളൂ. ശരി, ഞാനിത് ലേസർ ആണ് വാങ്ങിയത്. ഞാനിത് വാങ്ങിയപ്പോൾ ലേസർ ഒന്ന് അങ്ങോട്ട് അടിച്ച് കണ്ണിലടിക്കരുത് കേട്ടോ. ലേസർ ഓക്കെ മതി. എടാ അത് മാറ്റടാ ചെറുപ്പം. അതെ നീല ഉണ്ട്, പിന്നെ രണ്ടും കൂടെ മിന്നുന്ന. എടാ മതി എൻ്റെ കണ്ണ്. ഓക്കെ, അപ്പോൾ അപ്പൂസ് അത് പൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീടാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മൾ അപ്പൂസിനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൂസിന് പക്ഷെ എങ്ങനത്തെ വീടാന്ന് അറിയത്തില്ല. എങ്ങനത്തെ വീടാന്നൊന്ന് ഗസ് ചെയ്തേ നീ. ഒരു നീല കോഴിക്കൂട് മതി ഗൈസ്. നമുക്ക് വീടൊന്നും വേണ്ട, കുഞ്ഞു കോഴിയുടെ കൂട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു കോഴിയായി നിങ്ങൾ സങ്കല്പിക്കൂ. അതിൻ്റെ വീട്. അപ്പം അതിനൊരു തടാകമുണ്ട്. അത് ആ തടാകത്തിലിറങ്ങി കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ സീനാണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. എടാ അത് അടിക്കലടാ. അപ്പോൾ ഓനോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവൻ്റെ ഫേവറേറ്റ് ടോയ് ആയി മാറിയിട്ടുണ്ടത്. അപ്പോൾ ഓക്കെ, നമ്മളിതിങ്ങനെ ഗൈസ് നമ്മളൊരു മേൽക്കൂര ഉണ്ടാക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കളർ മതി മേൽക്കൂര എന്നാണ് എൻ്റെ ഒരു അല്പം. നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഞെക്കി ഇങ്ങനെ വലുതാ. കുത്തല്ലടാ, നല്ല വേനുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. നമ്മൾ വീടാണ് ഉണ്ടാക്കുന്നത്, അല്ലാണ്ട് ലേസർ ലൈറ്റ് അല്ല കേട്ടോ. ഇതാണ് എൻ്റെ വീട്, ഇതൊക്കെയാണ് എൻ്റെ വീട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന വീടൊക്കെ ഇങ്ങനെ അലമ്പായിരിക്കും ഗൈസ്. ഇനി വീട്ടിലേക്കുള്ളൊരു പാത വേണം. അയ്യോ എടാ, നീ ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യോ പാത ഉണ്ടാക്കാൻ? വീട്ടിലേക്കുള്ള വഴി ഗൈസ്, റോട്ടിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മൾ അടുത്തുണ്ടാക്കാൻ പോകുന്നത്. ഈ സാധനം പോയി. ഓക്കെ, ഇതിങ്ങനെ പരത്തുന്ന സാധനം കേട്ടോ ഗൈസ്. അവസാനം ഇങ്ങനെയായി മാറിയിട്ടുണ്ട് എൻ്റെ ആർട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതിനെയും പിന്നെ ഈ റോഡും കേട്ടോ. ഇതില്ലേ ലൈറ്റ് ആട്ടോ. അത് ഇന്നലെ എങ്ങനെയാണ് വിചാരിക്കും പറയുന്നത് മാജിക് ആണെന്നാണ് ഗൈസ്. അല്ല, ഇത് മാജിക് അല്ല. ഗൈസ്, അപ്പോൾ നമ്മളെ ഫൈനൽ ലുക്ക്
ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. അപ്പോൾ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്, നോക്കൂ. ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഞാൻ എല്ലാ സൈഡിൽ നിന്നും കാണിച്ചു തരാം കേട്ടോ. ഇതാണ്, ഇങ്ങനെയാണ് ലുക്ക് വരുന്നത്. ഗൈസ് നോക്കൂ, ഇതാണ് എൻ്റെ ആർട്ട്. ഇത്രയും ക്ലേകളുണ്ട്. ഇനി അതേ കട്ടുമ്മലും കുറച്ച് ക്ലേ വെച്ചിട്ടുണ്ട്. ഇനി അതിവിടെ അപ്പൂസ് ഉണ്ട്. അപ്പോൾ അപ്പൂസെ ബൈ പറഞ്ഞോളൂ ഇവരോട്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ചും കൂടെ ആർട്സ് വരുന്നുണ്ട്. നിങ്ങൾ യെല്ലോ കളറും ബ്രൗൺ കളറും ബ്ലാക്കും വൈറ്റും പിന്നെ പേർപ്പിൾ, പിങ്ക്, ലൈറ്റ് ബേബി പിങ്ക്, സ്കിൻ കളർ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആർട്ട് കമൻറ്റ് ചെയ്താൽ നമ്മളത് ചെയ്യും. അപ്പോൾ ബൈ ബൈ ഗായ്സ്.